ഡോക്ടർ ചെസ്ന. ഞാൻ എൻ്റെയും എൻ്റെ മകൻ ഇസാൻ്റെയും കാനഡ PR വിസ പ്രോസസ്സ് ചെയ്തത് ഗോഡ് സ്പീഡ് ത്രൂ ആണ്. ആക്ച്വലി ഞങ്ങൾ ഗോഡ് സ്പീഡുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു മോർ ദാൻ 2-3 years ആയിരുന്നു. എൻ്റെ ബ്രദർ ആൻഡ് ഫാമിലി അവരുടെ കാനഡ PR വിസ പ്രോസസ്സ് ചെയ്തത് ഗോഡ് സ്പീഡാണ്. എൻ്റെ മദറിൻ്റെ വെസ്റ്റിൻ വിസ പ്രോസസ്സ് ചെയ്തതും ഗോഡ് സ്പീഡാണ്. സോ അവരുടെ ഗോഡ് സ്പീഡിലുള്ള ട്രസ്റ്റ് എന്ന് പറയുന്നത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. സോ എല്ലാവരുടെയും അവർ ചെയ്തു. സോ ഒബ്വിയസ്ലി നമ്മളും അവർ ത്രൂ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെയും മോൻ്റെ കേസിൽ ഒത്തിരി ചലഞ്ചസ് ഉണ്ടായിരുന്നു അത് ക്ലിയറായി കിട്ടാനായിട്ട്. ബട്ട് എനിക്കൊന്ന് ഞങ്ങൾ ഡിസംബറിൽ ഞങ്ങൾ ഒബ്വിയസ്ലി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നു. ഡിസംബറിൽ ഇൻവൈറ്റ് കിട്ടുന്നു. ആൻഡ് ലാസ്റ്റ് മന്ത് മെയ്യിൽ ഞങ്ങൾക്ക് PR വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുവാണ്. സോ അവരുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇമ്മൻസ് ആയിരുന്നു. അതിനകത്ത് അഞ്ജു, അപർണ, റൈനി ഇവരുടെയൊക്കെ പേര് എന്തായാലും മെൻഷൻ ചെയ്യണം. കാരണം അവർ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടും അസിസ്റ്റൻസും എന്താ പറയുക ബിയോണ്ട് വേർഡ്സ് ആണ്. ചില സമയത്തൊക്കെ നമ്മൾ ഒന്നും നടക്കത്തില്ല എന്ന് വിചാരിക്കുന്നത് പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ച സമയത്ത് വരെ അവരാണ് നമുക്ക് ഇങ്ങനെ ചെയ്തു നോക്കാം അങ്ങനെ ചെയ്തു നോക്കാം. ആൻഡ് അഞ്ജു ഷീ ഹാഡ് ഓൾ എഫേർട്സ്. എല്ലാ പോസിബിലിറ്റീസും എപ്പോഴും ചെക്ക് ചെയ്യുമായിരുന്നു. എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ ഷീ വിൽ ഓൾവേസ് എന്താ പറയുക യൂസ് ഓൾ ഹെർ അവൈലബിൾ റിസോഴ്സസ് ടു ഗെറ്റ് സം ഓൾട്ടർനേറ്റീവ് വേസ്. സോ അത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ എപ്പോഴും അവൈലബിൾ ആയിരിക്കുക. പിന്നെ എപ്പോഴും അവർ നമ്മളെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ലൈക്ക് അതായോ ഇതായോ ഇത് നിങ്ങൾ ചെയ്തോ അങ്ങനെയൊക്കെ. ഇപ്പം നമ്മൾ ബയോമെട്രിക്സിൻ്റെ ഇൻവൈറ്റ് വന്നു. അപ്പം നമ്മളാണ് ഒക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിലും ദേ വിൽ ഓൾവേസ് ചെക്ക് വെദർ വി ഡിഡ് ദാറ്റ് ഓർ നോട്ട് അങ്ങനെയെല്ലാം. സോ എന്താ പറയുക ഐ എം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് വിത്ത് ഗോഡ് സ്പീഡ്. അവരുടെ എല്ലാ കാര്യങ്ങളും അവരുടെ നോളജ് ഇൻ ദിസ് തിങ് ഇസ് എന്താ പറയുക എനിക്ക് ഒരു വേറെ ഏജൻസികളിലേക്കൊന്നും ഞങ്ങളാരും പോയിട്ടേ ഇല്ല. ഞാൻ തന്നെ എൻ്റെ കസിൻസിനും എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ ഗോഡ് സ്പീഡ് തന്നെയാണ് റെഫർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സോ താങ്ക് യു ഗോഡ് സ്പീഡ്. നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്ത് കിട്ടി. ആൻഡ് ഇനിയും നിങ്ങൾക്ക് ഒത്തിരി സക്സസ്ഫുൾ PR കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്.